നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. ഹീറോ ആയി US താരം ഹർമിത് സിംഗ്. KSRTC ഡിപ്പോകളിൽ പുസ്തകക്കൂട്. 131ാമത് മാരാമൺ കൺവെൻഷന് തുടക്കം. സാംസങ് ഗാലക്സി A07 5G വിപണിയിൽ. ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ ഇന്നു മുതൽ. നീറ്റ് UG മാർച്ച് 8 വരെ അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. ഹീറോ ആയി US താരം ഹർമിത് സിംഗ്. ഇന്ത്യ-US T20 ലോകകപ്പ് മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെയും അക്ഷർ പട്ടേലിൻ്റെയും വിക്കറ്റെടുത്ത ഹീറോയായ US താരം ഹർമിത് സിംഗ്. മുംബൈയിൽ ജനിച്ചു വളർന്ന ഹർമിത് കൂടുതൽ അവസരങ്ങൾക്കായാണ് US-ലേക്ക് ചേക്കേറിയത്. ഇന്ത്യയിലായിരുന്ന കാലത്ത് ഒന്നിലേറെ വിവാദങ്ങളിലെ നായകനായിരുന്നു ഹർമിത് എങ്കിൽ ഇപ്പോൾ അമേരിക്കൻ ക്രിക്കറ്റ് പ്രേമികളുടെ വീരനായകനായി മാറിയിരിക്കുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ത്രിപുര ടീമുകൾക്ക് വേണ്ടി കളിച്ച ഹർമിത് 2012 അണ്ടർ-19 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും കളിച്ചു. 2013 IPL കോഴ വിവാദത്തിൽ ഹർമിതിനെതിരെ കേസെടുത്തെങ്കിലും നിരപരാധിയാണെന്ന് തെളിഞ്ഞു. പിന്നീട് US-ലേക്ക് കുടിയേറിയ അദ്ദേഹം 2024 മുതൽ US ദേശീയ ടീമിൽ അംഗമാണ്. US-ന് വേണ്ടി 22 ഏകദിനങ്ങളും 25 T20കളും കളിച്ചു. KSRTC ഡിപ്പോകളിൽ പുസ്തകക്കൂട്. KSRTC ഡിപ്പോയിലെത്തുന്ന യാത്രക്കാർക്കായി KSRTC ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയായ വായനശാല ഒരുക്കുന്ന പുസ്തക സംരംഭമാണ് പുസ്തകക്കൂട്. കണ്ണൂരിൽ 250 പുസ്തകങ്ങളുമായി ഇന്ന് തുടക്കമാകും. കാസർഗോഡ്, പയ്യന്നൂർ, തൊടുപുഴ, പാറശാല, ചേർത്തല ഡിപ്പോകളിലും പുസ്തകക്കൂടുണ്ടാകും. പ്രസാധകരിൽ നിന്നും വായനശാല പ്രവർത്തകരിൽ നിന്നുമാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പുസ്തകക്കൂടിൻ്റെ ഉത്തരവാദിത്തം വായനശാല പ്രവർത്തകർക്കായിരിക്കും. വായനക്കാരിൽ നിന്നും ഫീസൊന്നും ഈടാക്കാൻ പാടില്ലെന്ന നിബന്ധനയോടെയാണ് അനുമതി നൽകിയത്. 6 ഡിപ്പോയിലും പുസ്തകക്കൂടിന് സ്വീകാര്യത ലഭിച്ചാൽ എല്ലായിടത്തും തുടങ്ങാൻ അനുമതി നൽകും. 131ാമത് മാരാമൺ കൺവെൻഷന് തുടക്കം. കോർപ്പറേറ്റുകൾ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തെ തകിടം മറിക്കുമെന്നും ദാരിദ്ര്യത്തിൻ്റെയും അസമത്വത്തിൻ്റെയും അനീതി പേറുന്ന ജനങ്ങളെ ഭരണകൂടങ്ങൾ കാണാതെ പോകരുതെന്നും 131ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. ഇന്ത്യ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ പുറമ്പോക്കുകളിൽ കഴിയുന്ന ദരിദ്രർ അവിടെ തന്നെ കഴിയുന്നു. പൊതു തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, തുല്യാവകാശങ്ങൾ മാനിക്കുന്ന, വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഭരണ സംവിധാനങ്ങൾ രാജ്യത്ത് ആവശ്യമാണ്. രാജ്യം ഏകാധിപത്യത്തിലേക്ക് വഴിമാറരുത്. ബദൽ സ്വരങ്ങൾ നിലനിൽക്കണം. സമുദായ ഭിന്നതയും വർഗീയ ഭ്രാന്തും മനുഷ്യത്വം ഇല്ലാതാക്കും. ബഹുസ്വരതയുടെ നിഷേധം, പൗരത്വത്തിൻ്റെ ചോദ്യം ചെയ്യൽ, രാജ്യസ്നേഹത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനം ഉൾപ്പെടെ ജനാധിപത്യം ദുർബലമാക്കുന്ന കാഴ്ചകളാണ് ഇന്നുള്ളത്. ദളിതർക്കും ആദിവാസികൾക്കും മൈനോറിറ്റിയായ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും ഉൾപ്പെടെ തുല്യനീതി ലഭിക്കണം. വർഗീയ കുറ്റവാളികളിൽ നിന്ന് അവർ സംരക്ഷണം പ്രതീക്ഷിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും അക്രമലഹരിയിലാണ്. സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ ഗെയിമുകളും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. കുടിയേറ്റം ഒന്നിനും പരിഹാരമല്ല. ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാനും തൊഴിൽ ദാതാക്കളായി മാറാനും കഴിയണമെന്ന് മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. സാംസങ് ഗാലക്സി A07 5G വിപണിയിൽ. 50 മെഗാപിക്സൽ പ്രധാന ക്യാമറയും 6000 mAh ബാറ്ററിയുമുണ്ട്. ഇൻഡസ്ട്രി ഗ്രേഡ് ബെഞ്ച് മാർക്കോട് കൂടിയ ഡേറ്റാ സുരക്ഷാ സവിശേഷതകളോടെയാണ് ഗാലക്സി A07 5G എത്തുന്നത്. ലൈറ്റ് വയലറ്റ്, ലൈറ്റ് ഗ്രീൻ, ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ ലഭ്യമാകും. 6.7 ഇഞ്ച് HD+ ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റുമുണ്ട്. 2 ഘട്ടങ്ങളുള്ള ടെമ്പേർഡ് ഗ്ലാസ് സംരക്ഷണവും IP54 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസും ഫോണിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു. 50 MP ഓട്ടോ ഫോക്കസ് പ്രധാന ക്യാമറയും 2 MP ഡെപ്ത് ക്യാമറയും ഉൾപ്പെട്ട ഡ്യുവൽ ക്യാമറയുമുണ്ട്. 4GB+ 128GB വേരിയൻറ്റിന് 14,999 രൂപയും 6GB+ 128GB വേരിയൻറ്റിന് 16,999 രൂപയുമാണ് വില. ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ ഇന്നു മുതൽ. 3 ദിവസത്തെ ദേശീയ ഗവേഷണ സമ്മേളനവും ഉന്നത വിദ്യാഭ്യാസ എക്സ്പോയും ഇന്ന് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ആരംഭിക്കും. രാവിലെ 10-ന് മന്ത്രി R. ബിന്ദു എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിവിധ സർവകലാശാലകൾ, കോളേജുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവ വികസിപ്പിച്ചെടുത്ത പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും അവ നടത്തിവരുന്ന ഗവേഷണങ്ങളും എക്സ്പോയിൽ പ്രദർശിപ്പിക്കും. ഗവേഷണ സമ്മേളനം 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഉന്നത
വിദ്യാഭ്യാസ കൗൺസിലും ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നീറ്റ് UG മാർച്ച് 8 വരെ അപേക്ഷിക്കാം. മെയ് 3 നടത്തുന്ന ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് neet.nta.nic.in വഴി മാർച്ച് 8 വരെ അപേക്ഷിക്കാം. അപേക്ഷയിലെ ചില ഭാഗങ്ങളിൽ മാത്രം പിന്നീട് തിരുത്തൽ വരുത്താനുള്ള അവസരം മാർച്ച് 10 മുതൽ 12 വരെ. പെൻ പേപ്പർ മോഡൽ ഒറ്റ ഷിഫ്റ്റായാണ് ഇത്തവണയും പരീക്ഷ. മലയാളം ഉൾപ്പെടെ 13 ഭാഷകളിൽ ചോദ്യപേപ്പർ ഉണ്ടാകും. കേരളത്തിലും ലക്ഷദ്വീപിലും മാത്രമാണ് മലയാളം ചോദ്യപേപ്പറുകൾ ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി, ഇംഗ്ലീഷ് എന്നിവ പഠിച്ച് 12ാം ക്ലാസ് വിജയിച്ചവർക്കും ഈ വർഷം 12ാം ക്ലാസ് എഴുതുന്നവർക്കും അപേക്ഷിക്കാം. 2009 ഡിസംബർ 31 ശേഷം ജനിച്ചവരാണ് അപേക്ഷിക്കേണ്ടത്. ഉയർന്ന പ്രായപരിധി ഇല്ല.